സാഹചര്യം തന്നെ നിങ്ങളെ ചിലപ്പോൾ മുന്നോട്ടും മറ്റു ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രതികരിക്കുന്ന ആ സമയത്ത് പ്രതികരിക്കുന്ന രീതി കൊണ്ടാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: റൈറ്റ് റെസ്പോൺസസ് ക്രിയേറ്റ് റൈറ്റ് എക്സ്പീരിയൻസ്, റോങ് റെസ്പോൺസസ് ക്രിയേറ്റ് കോൺസിക്വൻസസ്. പ്രായോഗിക അവബോധനം എന്നുള്ള 7-ാം അധ്യായത്തിന് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശരിയും തെറ്റുമായ പ്രതികരണങ്ങൾ എന്നതാണ്. ഓരോ സന്ദർഭവും നമ്മിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത്, ശരിയും തെറ്റുമായ പ്രതികരണങ്ങൾ എന്തെല്ലാം സൃഷ്ടിക്കുന്നു, എന്തുകൊണ്ട് ശരിയായ പ്രതികരണം പ്രധാനമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മള് പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ എന്നത് നമ്മുടെ ഇമോഷനെ ആസ്പദമാക്കിയിട്ടാണ്. ഒരേ സാഹചര്യത്തോട് തന്നെ നമ്മൾ പലപ്പോഴും പല രീതിയിൽ പ്രതികരിക്കാറുണ്ട്. അത് അപ്പോഴത്തെ മൂഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിൽ ചില പ്രതികരണങ്ങൾ വളരെ ശുഭകരമായി തീരും, ചില പ്രതികരണങ്ങൾ തെറ്റായിത്തീരും. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അതിനനുസരിച്ചാണ് ജീവിതം എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്. അപ്പോ ഈ ജീവിതം എന്ന് പറയുന്നത് സന്ദർഭങ്ങളുടെ തുടർച്ചയാണല്ലോ. ഒരുപാട് സന്ദർഭങ്ങൾ, അതായത് സംഭവങ്ങൾ ഓരോന്നും സന്ദർഭങ്ങളായിട്ട് ഖണ്ഡശമായിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഓരോ സന്ദർഭവും നമ്മുടെ ഓരോ പ്രതിനില ആവശ്യപ്പെടുന്നുണ്ട്. കാരണം സന്ദർഭങ്ങളെല്ലാം തന്നെ നമ്മളോടുള്ള സന്ദേശങ്ങളാണ്. അപ്പോൾ ഓരോ സന്ദർഭവും നമ്മളോട് ഒരു പ്രതികരണം ആവശ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഡിമാൻഡ്സ് ഒരു റെസ്പോൺസ്. ആ പ്രതികരണത്തിന്റെ ഗുണമാണ് അനുഭവത്തിന്റെ ഗുണം നിർണ്ണയിക്കുന്നത്, അല്ലെ? നമ്മൾ എങ്ങനെ പ്രതിനില കൊള്ളുന്നുവോ അതാണ് നമ്മുടെ അനുഭവമായിട്ട് പിന്നീട് വരുന്നത്. അപ്പോ ജീവിതത്തിന്റെ ദിശയെ നിർണ്ണയിക്കുന്നത് പലപ്പോഴും സാഹചര്യങ്ങളല്ല, അത് പ്രതികരണമാണ്. നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോ നമ്മൾ ഈ മുമ്പേ ചോദിച്ച ചോദ്യം, ഒരേ സാഹചര്യം ചിലപ്പോൾ ജീവിതത്തെ മുൻപോട്ട് നയിക്കുകയും മറ്റു ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ അനുഭവത്തിന്റെ, നമ്മൾ അനുഭവിക്കുന്നു, ഒരു കാര്യം അനുഭവിക്കുന്നു, അനുഭവത്തിന്റെ സ്വഭാവമുണ്ടല്ലോ, അത് പ്രതികരണത്തെ ആശ്രയിച്ചാണെന്ന് പറഞ്ഞു, അല്ലെ? അപ്പോ സാധാരണ രീതിയിൽ ഒരേ സാഹചര്യം തന്നെ വ്യത്യസ്ത ഫലങ്ങൾ ഉണ്ടാക്കാം. ഇപ്പൊ ഇന്നലെ അയാൾ വന്നപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇന്ന് വന്നപ്പോൾ അങ്ങനെ തന്നെ ആകണം എന്ന് പറയാൻ കഴിയില്ല. പ്രോബബിലിറ്റിയുടെ ഒരു പോസിബിലിറ്റി ഉണ്ട് അവിടെ, അല്ലെ? അപ്പോ ഫലം എന്ന് പറയുന്നത് വ്യത്യസ്തമാകണം, ആകാം. ഓരോ സാഹചര്യത്തിൽ ഫലങ്ങൾ വ്യത്യസ്തമാകും. ഈ ഫലത്തിലേക്കുള്ള വഴി എന്താ? അപ്പൊ അത് പ്രതികരണമാണ്. അപ്പോ ആ സിറ്റുവേഷൻ അല്ല സത്യത്തിൽ അവിടെ വർക്ക് ചെയ്തത്. നമ്മളുടെ പ്രതിനിലയാണ് അനുഭവത്തെ രൂപപ്പെടുത്തുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ജീവിതത്തെ, നമ്മുടെ ജീവിതാനുഭവങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരും. അപ്പോൾ ഓരോ സന്ദർഭവും നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഒരു പ്രതികരണമാണ്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ട് വേണം അവതരിപ്പിക്കാൻ. അവിടെ നമ്മുടെ ഒരു നിലപാട് ആവശ്യമുണ്ട്. അവിടെ ഈ കോർട്ടിക്കൽ ഗൈഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യും. അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ബോധപൂർണമായിട്ടുള്ള പ്രതിനില ആവശ്യപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ മുന്നിലേക്ക് ഒരു സന്ദർഭം വരുന്ന സമയത്ത് അത് വെറുതെ കയറി ഒരു പ്രതികരണത്തെ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു കാര്യം നടന്നു പോവുകയല്ല ചെയ്യുന്നത്. അവിടെ കൃത്യമായിട്ടൊരു പ്രതികരണം ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു സെലക്ഷൻ, നമ്മൾ എന്ത് എന്നുള്ള ആ ഒരു ലോജിക്കൽ സെലക്ഷൻ ആവശ്യമുണ്ട് വരുന്നത്. അത് അങ്ങനെ ഒരു സെലക്ഷൻ എടുക്കണമെങ്കിൽ നമുക്കൊരു നിലപാട് വേണം, അല്ലെ? ആ നിലപാട് എടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം വേണം. അങ്ങനെ ബോധപൂർവമായിട്ടുള്ള ഒരു പ്രതിനില ആവശ്യപ്പെടുന്നുണ്ട്. അത് ഡിമാൻഡിങ് ആണ്. ഓരോ സന്ദർഭവും നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്, നമ്മളോട് പ്രകൃതി സമ്മതിക്കുന്നതാണ് എന്ന് സമ്മതിക്കാൻ നമുക്ക് അറിയില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. സന്ദർഭങ്ങൾ നമ്മുടെ മുന്നോട്ട് വരുമ്പോൾ പ്രകൃതി നമ്മളോട് വിനിമയം ചെയ്യുകയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൽ നിന്നും രക്ഷ നേടാൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വസൂലാക്കാൻ വേണ്ടി നമ്മൾ ചില നിലപാടുകൾ എടുക്കുന്നു എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഈ രീതിയിൽ മനസ്സിലാക്കില്ല. ഓരോ നിമിഷവും പ്രകൃതി നമ്മളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ പ്രതിനില ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ ശരിയായ രീതിയിൽ നമ്മൾ ആ പ്രതികരണം മുൻപോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ
അത് ജീവിതത്തെ എങ്ങനെയാ സ്വാധീനിക്കുക? ജീവിതം കൃത്യമായിട്ട് മുമ്പോട്ട് പോകും. അടുത്ത നിമിഷത്തിലേക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ കിടക്കും. നമുക്ക് ആ മുന്നോട്ട് പോകുന്ന കാഴ്ചയുണ്ടല്ലോ, കാഴ്ച വ്യക്തത ഉണ്ടാവും. നമ്മളിപ്പോ രാത്രി വളവും തിരിവുള്ള ഒരു വഴിയിൽ കൂടെ കാർ ഓടിക്കുകയാണെങ്കിൽ അത് തൊട്ട് മുമ്പിലുള്ള ഭാഗത്തെ നമുക്ക് കാണിച്ചു തരുള്ളൂ, നമുക്ക് അപ്പുറം എന്താണെന്ന് അവ്യക്തമാണ്. അതേസമയം പകലൊരു ഹൈവേയിൽ കൂടെ വണ്ടി ഓടിക്കുകയാണെങ്കിലും ക്ലിയർ ആയിട്ടായിരിക്കും, അത് ഈസി ആയിട്ട് മുൻപോട്ട് പോകും. നമുക്ക് അവിടെ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അറ്റം വരെ നമുക്ക് കാണാൻ കഴിയും, വ്യക്തത ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ വണ്ടി ആടിയുലയോ ഒന്നുമില്ല, സമതുലിതാവസ്ഥയിലായിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. അപ്പൊ ഇത് ജീവിതത്തെ ഇങ്ങനെ നമ്മൾ ശരിയായ പ്രതിനില കൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ ആവേഗം കൂടി 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 വരും. അതായത് വളർച്ച എന്നുള്ളൊരു അവസ്ഥയുണ്ട്, നമ്മൾ ആ ഗ്രോത്തിലേക്ക് പതുക്കെ കയറി ചെല്ലും. അപ്പോ ശരിയായ പ്രതിനില കൊണ്ടാൽ മാത്രമാണ് ജീവിത പ്രവാഹം തടസ്സമില്ലാതെ മുൻപോട്ട് പോകുക. അപ്പൊ ജീവിതത്തിന്റെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞതെങ്കിൽ, ആത്മയാനത്തിന്റെ ഭാഷയിൽ നോക്കുമ്പോൾ നമ്മളത് അകത്തേക്കുള്ള യാത്രയിലും ഇതിങ്ങനെ തന്നെ, അകത്തു മുതൽ പുറത്തു വരെയുള്ള മുഴുവൻ ആത്മതലങ്ങളിലും കൂടെയുള്ള അവബോധ തലങ്ങളിലും കൂടെയുള്ള യാത്ര ശരിയാവണമെങ്കിൽ നമ്മുടെ പ്രതിനില ശരിയായിരിക്കണം. പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതിനിലയിലൂടെ മാത്രമേ നമുക്കിത് സാധ്യമാവുകയുള്ളൂ. അപ്പൊ ആ ശരിയായ പ്രതിനില കൊള്ളുക എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെട്ട് ചെയ്യണം. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സംഘർഷത്തിലൂടെ കടന്നു, നമുക്ക് റെസിസ്റ്റൻസ് ഭയങ്കരമായിരിക്കും. ഇത് മാത്രമല്ല, നമ്മള് പ്രതിനില ചെയ്യുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലെ ആ എൻവയോൺമെന്റ് ഉണ്ടല്ലോ, ആ എൻവയോൺമെന്റ് കോൺഫ്ലിക്റ്റിലാവും. ആ എൻവയോൺമെന്റിനെ അത് കൂടുതൽ സങ്കീർണമാക്കി തീർക്കും. സ്വാഭാവികമായിട്ട് ആശയക്കുഴപ്പമുണ്ടാവും, ഇവിടെ ജീവിത പ്രവാഹം തടസ്സമാകും. അപ്പോ തെറ്റായ പ്രതികരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന സംഭവങ്ങൾ മാത്രമല്ല, നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് മാറിപ്പോകുമെന്ന് മാത്രമല്ല, അത് നമ്മുടെ പരിസരത്തെ കൂടെ, സാഹചര്യത്തെ, പശ്ചാത്തലത്തെ കൂടെ സങ്കീർണമാക്കി തീർക്കുമെന്നുള്ളതാണ്. അവിടെ ബന്ധങ്ങൾ ബാധിക്കപ്പെടും. ഈ പരിസരം ഇംബാലൻസ്ഡ് ആവുന്ന സമയത്ത് ബന്ധങ്ങൾ, ഈ റിലേഷൻഷിപ്പുകളെ ബാധിക്കപ്പെടും. ഇത് സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കും. അതായത് ഒരു അനുഭവം ഉണ്ടായി, അനുഭവത്തോട് നമ്മൾ പ്രതിനില കൊണ്ടത് പോസിറ്റീവായിട്ടല്ല, അപ്പൊ സ്വാഭാവികമായിട്ടും അത് ആ പരിസരത്തെ, പരിസ്ഥിതിയെ, അവിടുത്തെ ഒരു ബാലൻസിനെ തെറ്റിക്കും. ആ ബാലൻസ് തെറ്റുന്ന സമയത്ത് അവിടെയുള്ള ബന്ധങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അത് കോംപ്ലിക്കേറ്റഡ് ആവുന്ന സമയത്ത് അവിടുത്തെ ആ സിറ്റുവേഷൻ മൊത്തത്തിൽ കൂടുതൽ പ്രയാസം. അങ്ങനെ ആ പരിസര മൊത്തത്തിൽ ഇംബാലൻസ്ഡ് ആവുന്ന സമയത്ത്, പരിസരത്തുള്ളതാണല്ലോ നമ്മൾ, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ബാലൻസ് തെറ്റും. നമ്മുടെ ബാലൻസ് തെറ്റുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെ പ്രതികരിക്കുക? ബാലൻസ് തെറ്റിയ ഒരവസ്ഥയിൽ നിന്ന് പ്രതികരിക്കും. ഇത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളിലേക്ക് കൊണ്ടുപോകും. അതായത് ഞാൻ പറഞ്ഞു, അനുഭവം ഉണ്ടാകുന്നതുകൊണ്ട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ശുഭകരമായിട്ടുള്ള അനുഭവം ഉണ്ടാകും. ഇതിങ്ങനെ ഒരു കണ്ടിന്യൂമായിട്ട് പോകും. അതേസമയം അത് നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ തന്നെ നേരെ എതിർപക്ഷം സംഭവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇത് നമ്മുടെ എൻവയോൺമെന്റിനെ തന്നെ മാറ്റി എഴുതും. അത് കൂടുതൽ കൂടുതൽ സങ്കീർണത ഉണ്ടാക്കി നമുക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പലപ്പോഴും കുരുങ്ങും. പിന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ പ്രതികരിക്കുന്നതും പരിപാടികളെല്ലാം നിർത്തി നമ്മൾ ആ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ മാറിപ്പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോ ശരിയായ പ്രതികരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതികരണത്തിന്റെ സ്വഭാവമാണ് നമ്മുടെ അനുഭവത്തിന്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് കൃത്യമായിട്ട് അനുഭവത്തെ ഡിഫൈൻ ചെയ്യുന്ന കാര്യം. ശരിയായ അനുഭവം ഉണ്ടെങ്കിൽ മാത്രം, ശരിയായ പ്രതികരണം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ അനുഭവം ഉണ്ടാവുള്ളൂ. തെറ്റായ പ്രതികരണമാണെങ്കിൽ അത് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നുള്ളതല്ല, അത് കണ്ടിന്യൂ ആയിട്ട് ഒരുപാട് തരം ചെയിൻ ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കും. അപ്പൊ പിന്നെ ഈ പ്രതികരണം പോസിറ്റീവ് ആണോ? പ്രതികരണം പോസിറ്റീവ് ആവണമെങ്കിൽ എന്താ ചെയ്യുക? ആ പ്രതികരണത്തിന്റെ ക്വാളിറ്റി, ഗുണം എന്നുള്ളത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെന്ത് വേണം? ജീവിത ഗുണം വേണം. ജീവിതം പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ, ജീവനം പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ പ്രതികരണം കൊണ്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ അവബോധ തലങ്ങളെല്ലാം തമ്മിൽ, അതുപോലെ കോർട്ടെക്സിന്റെ പ്രതികരണത്തിന്റെ, കോർട്ടെക്സിന്റെ മധ്യസ്ഥ പ്രവർത്തന രീതിയുടെ കാര്യത്തിൽ എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോ ബോധപൂർണമായിട്ടുള്ള ഒരു ജീവിതം, നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ, ഇതിലൊന്നും തകരാറ് വരാത്ത രീതിയിൽ ജീവിതത്തിന്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഇതെല്ലാം സാധ്യമാണ്.
അത് ശരിയായ പ്രതികരണം, നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള പ്രതികരണത്തിലൂടെയാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുകയാണെങ്കിൽ ആ പ്രതികരണം എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിരിക്കണം. എൻവയോൺമെന്റില് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ വഴിക്ക് പോകരുത്, ആ വിധത്തിലുള്ള ഒരു പ്രതികരണം നമ്മൾ ചെയ്യരുത്. ഇനി അവിടെയെല്ലാം നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ, നമ്മൾ പ്രതികരിക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ എത്രത്തോളം ബോധപൂർണമായിട്ട് പ്രതികരിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതാനുഭവങ്ങൾ മെച്ചപ്പെട്ടു വരും. അപ്പോൾ നമുക്കിവിടെ ഒരു കൺട്രോൾ ഉണ്ട്, നമുക്കിവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ അറിയാതെ, നമ്മൾ ഇതിനൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ കയറി പ്രതികരിക്കുക എന്നുള്ളതിന് പകരം നമ്മൾ ബോധപൂർവം പ്രതികരിച്ച ജീവിതത്തിന്റെ അനുഭവത്തെ കൃത്യമായിട്ട് പോസിറ്റീവേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇതാണ്. ഓരോ സന്ദർഭവും ഓരോ പ്രതികരണം ആവശ്യപ്പെടുന്നു, അല്ലെ? ഓരോ നിമിഷവും നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത്. പ്രതികരണത്തിന്റെ ഗുണമാണ് അനുഭവത്തിന്റെ ഗുണമായി മാറുന്നത്. ഈ ശരിയായ പ്രതികരണം ജീവിതത്തെ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. തെറ്റായ പ്രതികരണമാണെങ്കിലോ സംഘർഷവും സങ്കീർണതയുണ്ടാവും. അത് പിന്നീട് കുരുങ്ങി വരികയും. അപ്പോ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ പശ്ചാത്തലം കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് വിചാരിക്കരുത്. എന്റെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായി പോയി എന്നുള്ളതാണ്. ആ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് കാര്യം. പ്രതികരണങ്ങളാണ് അത് രൂപപ്പെടുന്നത്. പ്രതികരണം ശരിയാകുമ്പോൾ അനുഭവം ശരിയാവും, ജീവിതം ശരിയാവും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികരണവും അനുഭവവും തമ്മിലുള്ള ബന്ധത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കും. ആ കണക്ഷനുമായിട്ട് നാളെ നമുക്ക് തുടർപാഠങ്ങളിലൂടെ പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.